അപ്പോൾ ഇതാ ഇങ്ങനെയുള്ള ഈ സ്റ്റുഡിയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ വീഡിയോ ക്വാളിറ്റി ഞാൻ എങ്ങനെയാണ് ഈ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ഇങ്ങനെ ആക്കിയെടുത്തുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മളെ സ്റ്റുഡിയോ ടൂറാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചാനലിന് 200K സബ്സ്ക്രൈബ് കംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റുഡിയോ ടൂറും അതുപോലെ തന്നെ ഗീവേയും ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മളൊരു വോട്ടിംഗ് പോൾ പോലെ നമ്മൾ യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് നമുക്ക് സ്റ്റുഡിയോ ടൂറാണ്. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റുഡിയോ ടൂറാണ് നമ്മൾ സെറ്റ് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഒരു സ്റ്റുഡിയോ ഇത്ര നല്ല രീതിയിൽ സെറ്റ് ചെയ്തതെന്നും അതുപോലെ തന്നെ എത്ര രൂപ ഈ സ്റ്റുഡിയോയ്ക്ക് ആയിട്ടുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സ്റ്റുഡിയോയിൽ ഉപയോഗിച്ചുള്ള എല്ലാ സാധനത്തിൻ്റെയും പ്രോഡക്റ്റ് അതിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കണ്ട ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ സ്റ്റുഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ സ്റ്റുഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക്, ഇത് പെയിൻ്റ് ഒന്നല്ല, ഇതൊരു വാൾപേപ്പറാണ്, നമ്മളെ ബ്ലാക്ക് വാൾപേപ്പറാണ്. അതായത് നിങ്ങൾക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ചുമ്മാ ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് വാൾപേപ്പർ എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ വാൾപേപ്പർ കിട്ടും. ബ്ലാക്ക് മാത്രമല്ല പല രീതിയിലും പല മോഡൽ അവൈലബിൾ ആണ് ഈ ഒരു വാൾപേപ്പർ. അപ്പോൾ ഞാൻ ഈ ബ്ലാക്ക് എടുത്തതിൻ്റെ കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അതിനൊരു സീക്രട്ട് ഉണ്ട്, നിങ്ങൾക്ക് അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ബ്ലാക്ക് വാൾപേപ്പറാണ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്തതായിട്ട് എൻ്റെ ഒരു ഫ്രെയിം, അതായത് ഇവിടെ കുറച്ച് ഫ്രെയിമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു വുഡിൻ്റെ ഒരു ഫ്രെയിമാണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് സ്ഥലം ഒഴിഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ അവിടെ ഒരു സാധനം ഫിറ്റ് ചെയ്യണം. ഞാൻ അവിടെ ആയിട്ട് എൻ്റെ ഇയർഫോണാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് കുറച്ച് ദിവസത്തേക്ക് ഡിലേ ആകും വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് അതിവിടെ സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ആയിട്ട് ഞാൻ ചെറിയൊരു ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മൂന്ന് സ്ഥലത്തായിട്ട് കുറച്ച് ചെടിയും പ്ലാസ്റ്റിക്കിൻ്റെ ചെടി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ മുകളിലായിട്ട് നമ്മുടെ വിവോ ഫോണിൻ്റെ പഴയ മോഡലാണ്. എൻ്റെ അച്ഛനൊരു വിവോ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ എനിക്കൊരു ഗിഫ്റ്റായിട്ട് കിട്ടിയ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് കേട്ടോ അത്. അപ്പോൾ അതിപ്പോൾ ഉപയോഗിക്കില്ല, അങ്ങനെ അതുകൊണ്ട് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതിൻ്റെ അമ്മയുടെ പഴയ ക്യാമറയാണ്. അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. ഞാൻ ജനിച്ച് ഏതാണ്ട് ദിവസങ്ങളായ സമയത്ത് അച്ഛൻ അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്ത ക്യാമറയാണ് കേട്ടോ അത്. അപ്പോൾ അത് ഞാൻ അമ്മ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ക്യാമറയാണ് ഞാൻ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഫ്രെയിമിൽ അത്രയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കിയായിട്ട് നമ്മുടെ പ്ലേ ബട്ടന്, അതുപോലെ തന്നെ യൂട്യൂബിൽ കിട്ടിയ നമ്മുടെ സർട്ടിഫിക്കറ്റ്, പിന്നെ ഒരു റെക്കഗ്നൈസ് യൂട്യൂബ് ടീമിൻ്റെ ഒരു ചെറിയൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു അത്. പിന്നെ നമ്മുടെ ഒരു കഥകളിയുടെ ഫോട്ടോ ഇത് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ ആയിട്ട് കുറച്ച് ലൈറ്റിങ് സെറ്റപ്പ് അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ ആയിട്ട് നമ്മളൊരു യൂട്യൂബിൻ്റെ ബോക്സ് കിട്ടിയ ആ ഒരു സംഭവം, അത്തരം സാധനങ്ങളാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ ഈ ലൈറ്റിങ് സെറ്റപ്പ്, അതുപോലെ തന്നെ എൻ്റെ ഇവിടുത്തെ ലൈറ്റിങ്, ഈ സ്ഥലത്തെ ലൈറ്റിങ്, ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ ലൈറ്റിലോട്ട് കിടക്കാം. അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് എന്ന് വെച്ചാൽ ഒരു ഫ്ലൂയിഡ് ലൈറ്റാണ്. അതായത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു അഡീഷണൽ ലൈറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ നല്ല രീതിയിൽ. അപ്പോൾ ഈ ഒരു ലൈറ്റിംഗാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ആദ്യം ഒരു സ്റ്റിക്കർ ലൈറ്റ് എടുക്കാനാണ് ഞാൻ വിചാരിച്ചിരുന്നത് കേട്ടോ. സ്റ്റിക്കർ ലൈറ്റ് ആദ്യം ഞാൻ ഓർഡർ ചെയ്തു വാങ്ങിച്ചതായിരുന്നു. വാങ്ങിച്ച സമയത്ത് എനിക്ക് സ്റ്റിക്കർ ലൈറ്റ് അധികം നല്ല രീതിയിൽ യൂസ് ആയിട്ടുണ്ടായിരുന്നില്ല. കാരണം നല്ല രീതിയിലുള്ള ലൈറ്റിംഗ് സെറ്റൊന്നും അതിലുണ്ടായിരുന്നില്ല. പൈസയ്ക്കും അത്ര വർത്തായില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അത് മാറ്റിയിട്ടൊരു ഫ്ലൂയിഡ് ലൈറ്റ് എടുത്ത് 2 ലൈറ്റ് എടുത്തു കേട്ടോ. അതായത് ഇവിടെ ഒരെണ്ണം അപ്പുറത്ത് ഒരെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒയറും കൂടെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ സുഖമായിട്ട് ഞാൻ കത്തിക്കോളും. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല റേഞ്ച് തന്നെ, ഒരു 500-ന്റെ അകത്ത് മാത്രമേ വരത്തുള്ളൂ ഈ ലൈറ്റും ഈ 2 ലൈറ്റും കൂടെ. നിങ്ങൾക്ക് അഡീഷണൽ ലൈറ്റ് വേണമെങ്കിൽ അതും വാങ്ങിക്കാം. അപ്പോൾ ഇതിൻ്റെ ലൈറ്റിംഗ് എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ടെന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു മെയിൻ ലൈറ്റും അതുപോലെ തന്നെ ഒരു ഫിൽ ലൈറ്റും നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മെയിൻ ലൈറ്റ് ആയിരുന്നു ഒരു സോഫ്റ്റ് ബോക്സാണ്. സോഫ്റ്റ് ബോക്സ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളെ മനസ്സിൽ വരുന്നത് വലിയൊരു ബോക്സ്, അതായത് നമ്മുടെ ചിലന്തി വലയൊക്കെ കണക്കത്തിരിക്കില്ലേ, ആ ഒരു ബോക്സ് ആയിരിക്കും നിങ്ങൾക്ക് ആദ്യം മനസ്സിൽ വരുന്നത്. അങ്ങനത്തെ ബോക്സും കാര്യങ്ങളൊന്നുമല്ല, ഞാൻ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്തെടുത്തൊരു ബോക്സാണ്. നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഈ ഒരു കാർഡ്ബോർഡ് പെട്ടിയിൽ സെറ്റ് ചെയ്ത ഒരു ചെറിയൊരു ബോക്സാണ്. ഈ ബോക്സ് മാറ്റിയപ്പോൾ വീഡിയോക്ക് ശകലം ക്വാളിറ്റി കുറഞ്ഞു. കാരണം ഈ ഒരു ലൈറ്റിൽ നിന്നാണ് ബാക്കി, ഇതാണ് ഒരു മെയിൻ ലൈറ്റാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഒരു വീഡിയോയ്ക്ക് ഒരു ചെറിയൊരു ക്വാളിറ്റി കുറവ് വന്നത്. അപ്പോൾ ഇതൊരു കാർഡ്ബോർഡ് പെട്ടിക്കകത്ത് ഞാനൊരു വലിയൊരു ലൈറ്റ് ഉണ്ടല്ലോ അത് സെറ്റ് ചെയ്തതിന് ശേഷം ഒരു കോട്ടൺ തുണി കൊണ്ട് സെറ്റ് ചെയ്തിട്ട് മുകളിൽ ടേപ്പൊക്കെ വെച്ച് ചുറ്റി അങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ എൻ്റെ ഒരു മെയിൻ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതൊന്ന് സെറ്റ് ചെയ്ത് സംസാരിക്കും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ ആ ഒരു ക്വാളിറ്റി ചെക്ക് എത്രത്തോളം നല്ലതാണെന്ന്. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഒരു കാർഡ്ബോർഡ് പെട്ടി കിടന്ന സമയത്ത് സ്വന്തമായിട്ട് സെറ്റ് ചെയ്ത് ഉണ്ടാക്കിയ സാധനമാണ്. ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ യൂട്യൂബിൽ കുറേ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ സെറ്റ് ചെയ്താൽ മതി. എനിക്കിപ്പോൾ ഇതിൻ്റെ ആവശ്യമുള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്നൊരു ലൈറ്റ് വേണമല്ലോ, എന്തായാലും നമുക്കൊരു വീഡിയോക്ക് ലൈറ്റ് വേണം. ആ ലൈറ്റ് ആരും കാണത്തതുമില്ല, വീഡിയോക്ക് അകത്ത് വരുന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും വീട്ടിലേക്ക് വെളിയിൽ വയ്ക്കാമെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ലൈറ്റ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്തുള്ള ഫിൽ ലൈറ്റ്.
ഞാൻ ഫില്ലായിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മളെ ടൈഗോയുടെ തന്നെ കമ്പനിയുടെ നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. റിംഗ് ലൈറ്റ് ആണ് ഞാനിവിടെ എൻ്റെ ഫില്ലായിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലൈറ്റ് തന്നെയാണ് ഈ ഒരു ലൈറ്റിനുള്ളത്. ഞാൻ അതിൻ്റെ ലിങ്ക് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്താൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യാനാണ്. നല്ല അത്യാവശ്യം 3 മോഡ്സ് അവൈലബിൾ ആണ് കേട്ടോ ഈ ലൈറ്റിന്. നല്ല അടിപൊളി ലൈറ്റാണ്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിലും കൊടുത്തിരിക്കുന്ന ഈ ഒരു ബ്ലാക്ക് കളർ, ഇത് ഞാൻ എന്തുകൊണ്ട് ബ്ലാക്ക് ആക്കി എന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ അൺബോക്സിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു ജസ്റ്റ് ഒരു ടേബിളുണ്ട്. അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾക്കൊന്ന് കാണിച്ചിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ടേബിൾ കാണുമ്പോൾ മനസ്സിലാവും ഒരു വൈറ്റ് ടേബിളാണ്. അപ്പോൾ ഈ ഒരു വൈറ്റ് ടേബിളും ഈ ഒരു ബ്ലാക്ക് സെറ്റിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ പിറകിലെ ഈ ഒരു ബ്ലാക്ക് ഈ 2 ലൈറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ബാക്കിലുള്ള വൈറ്റ് ആണ് എങ്കിൽ അവിടെ നിന്ന് ഒരു ബ്രൈറ്റ്നസ് നല്ല രീതിയിൽ നിൽക്കും, വീഡിയോക്ക് ക്വാളിറ്റി നല്ല രീതിയിൽ മോശമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ബാക്ക് സൈഡിൽ ബ്ലാക്ക് സെറ്റ് ചെയ്യാനുള്ള മെയിൻ കാരണം. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു പനിയുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പല രീതിയിൽ കളേഴ്സ് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിക്ക് ബ്ലാക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മേശപ്പുറത്തും ഈ ഒരു വൈറ്റ് സെറ്റ് എന്ന് വെച്ചാൽ ഇവിടുത്തെ 2 ലൈറ്റിൻ്റെ മുഖത്തടിക്കുന്ന സമയത്ത് ഈ നേച്ചറിലെ വൈറ്റ് ഉണ്ടല്ലോ, ഇതും കൂടെ മുഖത്തടിക്കുമ്പോൾ ശകലയുടെ ബ്രൈറ്റ്നസ് മുഖത്ത് നല്ല രീതിയിൽ നിൽക്കും. അപ്പോൾ അതും കൂടെ കൊള്ളുകൊണ്ട് നല്ല രീതിയിൽ എൻ്റെ മുഖം നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുകയും ക്വാളിറ്റി ശകലവും കൂടെ ഇൻക്രീസ് ആവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബാക്കിൽ ഈ ഒരു കളറും അതുപോലെ തന്നെ ടേബിളിൽ ഒരു വൈറ്റും സെറ്റ് ചെയ്തത്. അപ്പോൾ വൈറ്റ് അത്യാവശ്യം നല്ല രീതിയിലൊരു സംഭവം തന്നെയാണ്. ഈ ഒരു ഒട്ടിച്ചേക്കുന്നത് നിങ്ങൾക്ക് ആമസോണിൽ, ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. നല്ല രീതിയിൽ തന്നെ പ്രൈസ് റേഞ്ചിൽ കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മീറ്റർ അനുസരിച്ചാണ് വില കേട്ടോ. അപ്പോൾ അതുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. മീറ്റർ അനുസരിച്ച് നിങ്ങൾ കുറഞ്ഞ രീതിയിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ. നമ്മൾ ആമസോണിലൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഡീലും ഫ്ലിപ്കാർട്ടിൻ്റെ ഡീലും കാര്യങ്ങളൊക്കെ വരും. നിങ്ങൾക്ക് എപ്പോഴാണോ കുറഞ്ഞ വിലയ്ക്ക് വരുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ സ്റ്റുഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഈ 2 സംഭവങ്ങളാണ് യൂസ് ചെയ്തത്. ഓക്കെ, ഇനി ഞാൻ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചൊരു കാര്യമാണ്, ഏത് ഫോണാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ട്രൈപോഡ് ഏതാണ്, മൈക്ക് ഏതാണ് എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ യൂസ് ചെയ്യുന്ന ഫോൺ ഓപ്പോ A54 എന്നൊരു ഫോണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം എൻ്റെ ഈ ഫോൺ കിട്ടിയിട്ട് ഏകദേശം ഒരു 5 വർഷത്തോളം ആയിട്ടുണ്ട്. 4 വർഷത്തോളം ആയിട്ടുണ്ട്. യാതൊരു ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ ഏകദേശം 2 വർഷം, അതായത് 2 വർഷം ഉപയോഗിച്ചിരുന്ന ഫോൺ വിവോ ആയിരുന്നു. അതെൻ്റെ അച്ഛൻ്റെ ഫോണായിരുന്നു. പിന്നെ ഉപയോഗിച്ചിരുന്നത് എൻ്റെ ഓപ്പോ A54 എന്ന ഈ ഒരു മൊബൈൽ ഫോണാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഷോർട്സ് വീഡിയോയിലെ ഒട്ടുമിക്ക എല്ലാ വീഡിയോസും ഈ ഒരു ഫോൺ ഉപയോഗിച്ചിട്ടാണ്. ഈ ഒരു ഫോൺ കിട്ടിയതിന് ശേഷമാണ് എനിക്ക് പ്ലേ ബട്ടൺ 1 ലക്ഷം സബ്സ്ക്രൈബൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാം ചെയ്തിട്ടുള്ളത് എൻ്റെ ഈ ഫോൺ വഴിയാണ്. ഞാൻ എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ എന്നത് പവർ ഡയറക്ടറാണ്. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ച കാര്യമാണ് ഏത് ആപ്ലിക്കേഷനാണ് എഡിറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് പവർ ഡയറക്ടറാണ്. ഞാൻ ആദ്യം തന്നെ നമ്മളെ ഇൻഷോട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, കൈൻ മാസ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പവർ ഡയറക്ടറിലോട്ടായി. പവർ ഡയറക്ടർ ഉപയോഗിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എളുപ്പമുണ്ട്, മനസ്സിലായില്ലേ? പെട്ടെന്ന് നമുക്ക് തന്നെ എല്ലാം നമുക്ക് യൂസ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പവർ ഡയറക്ടർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ട്രൈപോഡ് എന്ന് പറയുന്നത് നമ്മുടെ ആമസോൺ ബേസിക്കിൻ്റെ ട്രൈപോഡാണ്. ഇതും ഏകദേശം എൻ്റെ യൂട്യൂബിലെ ആദ്യത്തെ ഏണിങ്സ് എന്ന സമയത്ത് ഞാൻ വാങ്ങിച്ച ആദ്യത്തെ പ്രോഡക്റ്റാണ് കേട്ടോ. എൻ്റെ യൂട്യൂബിലെ ആദ്യത്തെ പൈസ നിന്നപ്പോൾ വാങ്ങിച്ചതാണ് ട്രൈപോഡാണിത്. ഇപ്പോഴും നല്ല രീതിയിൽ നല്ല വർക്കിംഗ് കണ്ടീഷനാണ് ഈ ഒരു ട്രൈപോഡിന്. യാതൊരു ഇഷ്യൂസും ഇല്ല, നല്ല രീതിയിൽ തന്നെ വർക്കിംഗ് കണ്ടീഷൻ ആവുന്നുണ്ട്. ഇത് ഏകദേശം നല്ല കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. പിന്നെ നമുക്ക് ഈ ട്രൈപോഡിൻ്റെ കൂടെ മൗണ്ട് വരുന്നില്ല. മൗണ്ട് നമ്മൾ അഡീഷണലായിട്ട് വാങ്ങിക്കേണ്ടി വരും. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. ചെറിയ പനി ഉണ്ടായിരുന്നു, 2-3 ആഴ്ചയൊക്കെ പനി ഇടിച്ച് വീട്ടിൽ കിടന്നു, ആശുപത്രിയിലൊക്കെ പോയി. ഇപ്പോൾ ഒരുവിധം കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ എൻ്റെ മൈക്ക് കാണിച്ചു തരാം. ഞാൻ ഉപയോഗിക്കുന്ന മൈക്ക് ബോയ M1 എന്ന് പറഞ്ഞ മൈക്കാണ്. മൈക്കിൻ്റെ ബോക്സ് നിങ്ങൾക്കൊന്ന് കാണിച്ചു കേട്ടോ. ഈ ഒരു മൈക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഏകദേശം ഞാനൊരു 3 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന മൈക്കാണ്. യാതൊരു ഇഷ്യൂസും ഇല്ല. ഈ ഒരു മൈക്ക്, ഇത് വേറെ മൈക്ക് വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഉടൻ തന്നെ നമ്മളിത് പുതിയ മൈക്ക് സെറ്റ് ആകും, കാരണം സ്റ്റുഡിയോ ഒക്കെ റെഡി ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് നമ്മൾ പുതിയൊരു മൈക്ക് എടുക്കുന്നതായിരിക്കും. പക്ഷേ ഒരു ബിഗിനറായ നിങ്ങൾക്ക്, അതായത് ബിഗിനേഴ്സ് പുതിയതായിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മൈക്കായിരിക്കും ഈ ഒരു ബോയ M1 മൈക്ക് എന്ന് പറയുന്നത്. എൻ്റെ എല്ലാ വീഡിയോസിനും ഓഡിയോ ക്വാളിറ്റി തന്നൊരു മൈക്കാണ്. നല്ല അടിപൊളി മൈക്കാണ്. എന്തായാലും നിങ്ങൾ ബിഗിനേഴ്സ് ആയ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു മൈക്ക് യൂസ് ചെയ്യാനാണ്. ഇതൊരു വയർ മൈക്കാണ് കേട്ടോ. നല്ല രീതിയിൽ ലെങ്തും കാര്യങ്ങളെല്ലാം ഈ ഒരു മൈക്കിലുണ്ട്. നല്ലൊരു അടിപൊളി മൈക്ക് തന്നെയാണ്. അപ്പോൾ ഓക്കെ, നമ്മുടെ എല്ലാം നമ്മൾ ചുറ്റി കണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഒന്നും വിട്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു. അപ്പോൾ എൻ്റെ സ്റ്റുഡിയോയിൽ ഇത്രയും സംഭവങ്ങളൊക്കെ എനിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ എൻ്റെ സ്റ്റുഡിയോ വീഡിയോ ഞാൻ നേരത്തെ ചെയ്യണമെന്ന് നോക്കിയിരുന്നതാണ്, പക്ഷേ കുറച്ച് ഡിലേ ആയിപ്പോയി. എനിക്ക് പനിയും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ അത് ആ വഴിക്കങ്ങ് പോയി. അതുകൊണ്ട് മാത്രം ഡിലേ ആയിപ്പോയത്, ക്ഷമിക്കുക എല്ലാവരും. അപ്പോൾ അതാണ് നമ്മളാ പഴയ വീഡിയോയും ഇതും കൂടെ നമ്മൾ മിക്സ് ചെയ്ത സമയത്ത് ഫേസും ബാക്കി കാര്യങ്ങളെല്ലാം മാറിപ്പോയത്. മുടിയൊക്കെ കൂട്ടിയൊന്ന് സീനായി. എങ്ങനെ ഉണ്ടെന്ന് താഴത്ത് കമൻറ്റ് ചെയ്തേട്ടോ, എൻ്റെ മുടിയും ബാക്കി മുഖമൊക്കെ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്തേക്കാം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ. കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, കൂടെ ലൈക്കും കൂടെ അടിച്ചേക്കെ. അപ്പോൾ ബൈ.